പുരുഷ വിരോധം സൃഷ്ടിക്കുന്ന ഒരു കഥ പോലെ തോന്നി. സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷ വിരോധം സൃഷ്ടിക്കുന്ന ഒരു കഥ പോലെ. അതിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇത്രയും ഈ പേരിന്റെ പേരിൽ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഓരോ കേസും തേഞ്ഞുമഞ്ഞു പോകുന്നത് യഥാർത്ഥ നീതിയോടെ അല്ലാത്തതാണ്. ഈ മനക്കിലെ പഠിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇത് തന്നെയാണ്. എൻ്റെ അഭിനയം വളരെ മനോഹരമായിരുന്നു. കൂടാതെ ബൈജു, പിന്നെ സുധീഷ്, അവരുടെയൊക്കെ അഭിനയം വളരെ നന്നായിരുന്നു. പക്ഷേ നടിമാരുടെ അഭിനയം അത്ര പോരാ. കുറച്ചുകൂടെ ആക്റ്റീവ് ആവണമായിരുന്നു. അതേപോലെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ അല്ലാതെ എന്താണ്, നമ്മൾ ഒരു പുരുഷ വിരോധം സൃഷ്ടിക്കുന്ന ഒരു കഥ പോലെ തോന്നി. സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷ വിരോധം സൃഷ്ടിക്കുന്ന ഒരു കഥ പോലെ. അതിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എത്രത്തോളം ജനങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നതനുസരിച്ചിരിക്കും. ശേഷം സുരേഷ് ഗോപി സാറിൻ്റെ ഒരു നല്ലൊരു അഭിനയ പ്രകടനം, എസ്പെഷ്യലി ആ കോർട്ട് റൂമിലേക്ക് ആക്ടിങ് എല്ലാം വളരെ മനോഹരമായിരുന്നു. ഡയലോഗ് പ്രസൻറ്റേഷനും ഫേഷ്യൽ എക്സ്പ്രഷനും മറ്റൊക്കെ വളരെ മനോഹരമായിരുന്നു. ആദ്യത്തെ ഭാഗം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ഭാഗം ആദ്യത്തേതിൻ്റെ ഉള്ള ആ എഫക്റ്റ് രണ്ടാമത്തേതിൽ ഇന്റർവെല്ലിന് ശേഷം ഇല്ലാന്ന് തോന്നണല്ലേ, ഇല്ല. ഞങ്ങളുടെ അനുപമയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നടിയായിട്ട് വന്ന്. എല്ലാവരും നല്ല നല്ല അഭിനയമാണ്. നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. സുരേഷ് ഗോപിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ സുരേഷ് നല്ല ഉഗ്രൻ അഭിനയമാണ്. ഫാമിലിക്കെല്ലാം കാണാൻ പറ്റിയൊരു ഫാമിലിക്ക് കാണാം, കുഴപ്പമില്ല. ഇത്രയും ഈ പേരിന്റെ പേരിൽ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സുരേഷ് ഗോപിയൊക്കെ എപ്പോഴും നല്ലതായിരിക്കുമല്ലോ. നല്ല സ്റ്റോറി വന്നപ്പോഴത്തേക്ക് ചിന്താമണി പോലെ അല്ലല്ലോ, വേറെ സ്റ്റോറി അല്ലേ, നന്നായിരിക്കണം. നല്ല പടം നാളിന് ശേഷം നല്ലൊരു പടം, സ്ത്രീകൾക്ക് നീതി കിട്ടുന്ന പടം. സുരേഷ് ഗോപി നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലതായിട്ട്, അതായത് നമ്മുടെ ഓരോ കേസും തേഞ്ഞുമഞ്ഞു പോകുന്നത് യഥാർത്ഥ നീതിയോടെ അല്ലാത്തതാണ്. അത് തിരിച്ചു കൊണ്ടുവന്നതിൽ സന്തോഷം. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. വലിയ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പീഡനം. നല്ലൊരു ഒരു അർത്ഥം പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. പേരുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ ആവശ്യമുണ്ടോ സിനിമ തോന്നുന്നത്? അതിനുള്ളതൊന്നുമില്ല, നമുക്ക് വേണം ഇങ്ങനത്തെ ഒരു പേരിനൊത്തൊരു പടം വേണം. വളരെ നല്ല പടമാണ്. ഞാൻ കണ്ടു. ഒരുപാട് നാൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ ചിത്രം തിയേറ്ററിൽ കാണുന്നത്. അതൊക്കെ വെച്ച് നല്ലൊരു സിനിമ ആയിട്ടാണ് തോന്നി. ആദ്യ ദിവസം പക്ഷേ ധാരാളം മിക്സഡ് റെസ്പോൺസ് എല്ലാം ആയിരുന്നു തന്നെ. കാര്യം നമ്മൾ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ കാണുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. കാര്യം നേരെ സിനിമയൊക്കെ നമ്മൾ കണ്ടാണല്ലോ. കാര്യം അറിയാലോ, സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നടനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയത്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, അതാണ് സത്യം. നമുക്ക് ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ഈ ചിത്രം ഇന്നലെ റിലീസായതല്ലേ. പക്ഷേ അതൊക്കെ വെച്ചിട്ട് അത്രയും വിവാദമൊന്നും ഉണ്ടാക്കേണ്ടതായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയോ കുറച്ച് സർക്കാർ അങ്ങനെയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നും പടത്തിൽ ഇല്ല. കാര്യം നമ്മൾ ഒരുപാട് നാൾക്കൊക്കെ കാണുന്ന പല പടങ്ങളുടെയും റെഫറൻസ് ആയിട്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ പടത്തിൽ.